അപ്പോസ്തലനായ യൂദായേ. ഒരുക്കം 5-ാം ദിനം. ഈശോയോടൊപ്പമുള്ള യൂദായുടെ പരസ്യജീവിത കാലഘട്ടം. ഈശോയുടെ പരസ്യജീവിതത്തിന് മുൻപ് തന്നെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. യൗസേപ്പിതാവിന്റെ മരണത്തെ തുടർന്ന് സ്വന്തം ഭവനത്തിലേക്ക് യൂദായും ജെയിംസും തിരിച്ചുപോയി. 30-ാം വയസ്സിൽ പരസ്യജീവിതം ആരംഭിച്ച ഈശോയുടെ പോക്ക് ശരിയായ ട്രാക്കിലല്ല എന്നായിരുന്നു യൗസേപ്പിതാവിന്റെ ബന്ധു സഹോദരനായ യൂദായുടെ പിതാവ് ക്ലെയോഫാസിന്റെ അഭിപ്രായം. തന്റെ സഹോദരൻ യൗസേപ്പിതാവിനെ പോലെ തന്നെ പേരുകേട്ട ഒരു തച്ചനാകണമെന്നാണ് ക്ലെയോഫാസ് ആഗ്രഹിച്ചിരുന്നത്. കാരണം തച്ചന്റെ പണിപ്പുരയിൽ പണി ചെയ്ത് പിതാവിനെ സഹായിച്ച സമയങ്ങളിലെല്ലാം മരപ്പണിയിലുള്ള പ്രാവീണ്യം ഈശോ പലപ്പോഴും പ്രകടമാക്കിയിട്ടുള്ളത് ദർശിച്ചിട്ടുള്ളതാണ് ഈ ക്ലെയോഫാസ്. പണി അറിയാവുന്നവൻ ഒരു യഹൂദ റബ്ബിയെ പോലെ പ്രസംഗിച്ചു നടക്കുന്നത് ഒട്ടും ഈ പിതാവിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ കർശനമായ താക്കീത് യൂദായ്ക്കും ജെയിംസിനും ഈ സ്നേഹമുള്ള അപ്പൻ നൽകിയിരുന്നു. നിങ്ങളും അവന്റെ ഒപ്പം നടന്ന് വഴിതെറ്റി പോകരുത്, ആ കൂട്ടു വേണ്ട. എന്നാൽ ഈശോയുടെ വാക്കും പ്രവർത്തനങ്ങളും പഠനങ്ങളും വലിയൊരു തീരുമാനമെടുക്കാൻ യൂദായെ പ്രേരിപ്പിക്കുകയായിരുന്നു. പിതാവിനെയും കുടുംബത്തെയും വിട്ട് ഈശോയോടൊപ്പം അവനും പരസ്യ ജീവിതത്തിൽ ഭാഗമാകാൻ തുടങ്ങി. ഈശോയോടൊപ്പമുള്ള പഴയകാല ബാല്യം നൽകിയ ഹൃദയപരമായ ആനന്ദം അവൻ ആ പരസ്യ ജീവിത കാലഘട്ടത്ത് പിന്നെയും അനുഭവിക്കാൻ തുടങ്ങി. ഈശോയുടെ പ്രേക്ഷിതനായി കൂടെ കൂടി. നമുക്കും ഈശോ എന്ന് പറയുന്ന വ്യക്തിയെ സാരൂപ്യം പ്രാപിക്കാനും ഈ കാലയളവ് സഹായിക്കും. ഞങ്ങൾക്കായി എന്നും